നിങ്ങൾ പിന്നെ സാധനം വെച്ചിട്ട് അതിന്റെ കട നിൽക്കുമായിരുന്നു. ആ അപ്പൊ അവര് എന്തോ കുറെ നേരം വർത്തനം പറഞ്ഞു. ഞാൻ എന്നറിയാൻ വേണ്ടി അടുത്തേക്ക് ചെന്നാണ്. അന്നത്തിന് ആ ഡോർ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന മറ്റേതിലേക്ക്. അന്നേരത്തിന് ആ ഡോർ ഒറ്റ അടക്കല്ലേ. എന്നിട്ട് അവർ നിർത്തിയില്ല. വായിച്ചോട്ടെ ഞങ്ങൾ ഒന്ന് പാലത്തിന്റെ അവിടെ വരെ കൊണ്ടു. ഡോർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോയി. അല്ലെങ്കിൽ കൈ കുടുങ്ങിയോ? ആ കുടുങ്ങിട്ട് അങ്ങ് വലിച്ചോണ്ട് കൊടുത്തോണ്ട് പോയി. അവർ 4 ആളുണ്ട്. എവിടെയുള്ളതെന്ന് അറിയത്തില്ല. അവരെ ചെക്കടമ്പലത്ത് കുളിക്കാൻ വേണ്ടി വന്നാണ്. അന്നേരം അവിടെ നിന്ന് ഒച്ചപ്പടം ബഹളൊക്കെ ആയിട്ട് നിങ്ങൾ കടയിലേക്ക് വന്നു. അവിടെ നിന്ന് പിന്നെ ഈ കല്ലൊക്കെ എടുത്ത് പിടിച്ചേക്കോ അറിയാൻ വേണ്ടി എന്റെ വണ്ടിക്കെങ്ങാണ്ട്. അവിടുന്ന് ഞാനവർക്ക് വേറെന്തെല്ലായിരിക്കും ഞാൻ അടുത്തേക്ക് പോയി. അത് മുമ്പത്തിന് വെച്ചങ്ങനെ ഡോറിലേക്ക് ഞാൻ ഇങ്ങനെ പിടിച്ചു ഒറ്റ അടക്കല്ലേ. എന്നിട്ട് തുറന്നില്ല. പിന്നെ എന്നെയും ബൈക്കെടുത്തോട് അങ്ങോട്ട് പോയി. അങ്ങനെ പാലത്തിന്റെ അവിടെ വരെ 2 കാലിൻ്റെ ഒക്കെ പോയി. ഇവിടുത്തെ ഇതൊന്നുമില്ല ഇവിടെ. എല്ലാം കൂടി ഞാൻ ചായ കുടിച്ചോളൂ. അനിയനുണ്ട്. മരുന്ന് ഇറക്കാൻ പറ്റൂല അല്ലേ? മരുന്ന് ഇറക്കാൻ പറ്റില്ല. സന്ധിയിലൊക്കെ തൊഴിലെടുക്കുന്നു. കാലിനും പറ്റുന്നോ? കാലിന്റെ ഇപ്പൊന്നില്ല. ഇതായിപ്പോയി കണ്ടിച്ചിട്ട് ചെക്കന്മാരാ? ചെക്കന്മാര് വിടാൻ പറഞ്ഞ വീട്ടില്ല. ഇല്ലാന്ന് വണ്ടി നിർത്തുവാണെങ്കിൽ എങ്ങനെയാലും ഊരിട്ട് അങ്ങനെ വിടാനും പറ്റൂല. ചിലപ്പോ ടയറിന്റെ മേലെ കയറിയാലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചോണ്ടിരുന്നായി തന്നെ. അവര് പിടിച്ചു. അവര് രണ്ടാളും കൈ പിടിച്ചു. പിടിച്ചു. ആശുപത്രിയിലാക്കി വന്നിട്ട് അവിടെ കണ്ടാൽ കുറെ എണ്ണം ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ നാട്ടിൽ തന്നെ അവിടെ അവരെല്ലാം കൂടി ഒരു വെള്ളിമുഖം വിളിച്ചിട്ട് കൊണ്ടുവന്നു. എവിടെ? ചാലിക്കത്തല്ലേ വീട്? അല്ല, കൂടുതലടവ്. ഡാമിന്റെ അങ്ങത്തറോ? ആ ഡാമിന്റെ അടുത്ത് തന്നെ. തന്നെ ഡോറിന്റെ ഇറക്കി കുടുങ്ങിപ്പോയില്ലേ കൈ? നമ്മൾ നിർത്തിയാച്ച് കുഴപ്പമില്ല. പോയിരുന്ന സമയത്ത് നിർത്തിപ്പോയില്ല. വലിച്ചോണ്ട് എടുത്തോണ്ട് പോയി. എനിക്ക് എന്താ ഭാഗത്ത് കുറച്ചങ്ങെത്തി കഴിയുമ്പോഴത്തേന് ഇവര് ഈ ഡോറിന്റെ കുറച്ച് തുറന്നേച്ച് എന്നിട്ട് നിർത്തിയില്ല. എന്നോട് തള്ളിട്ടേച്ച് അമ്മരെ വണ്ടി എടുത്തിട്ട് പോയി.